ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഓൾട്ടോ 800 നമ്മളങ്ങനെ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിക്കൽ ഏകദേശം ഒരു 2 ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് കാണിക്കുക. അതായത് ആ ഒരു പെയിൻറ്റ് ചെയ്തത്. നമുക്ക് പെയിൻറ്റിങ് മാത്രമല്ല, നമ്മുടെ എൻജിനൊക്കെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതായത് ചെറിയ വലിയില്ലാത്ത കുറച്ച് കുഴപ്പങ്ങൾ അതൊക്കെ നമ്മുടെ കാറിനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ റെഡിയാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി നമ്മൾ ഇവിടുന്ന് എടുത്തു. ഇനി നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കണ കാര്യമൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എവിടെ ഒരാൾ പോലും കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കൻ ഈ ഒരു കളർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറിലേക്കാവും നമ്മൾ അടിക്കുക. അതൊരു സർപ്രൈസ് ആയിരുന്നോട്ടെ. അപ്പോൾ ആ ഒരു കളറ് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു കാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ, അതായത് ഈ ഒരു കാറ് വാങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്, ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി കൊള്ളാമോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഓടിച്ചിട്ട് വലിയ കുഴപ്പം തോന്നിയില്ല. അത്യാവശ്യം നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവിംഗ് ആയാലും വലിയൊരു മോശമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ഇതിൽ ആ ചാനലിലുണ്ടാവും നമ്മുടെ വീഡിയോ. അതല്ലെങ്കിൽ നമ്മുടെ ഐ ബട്ടണിൽ ഞാൻ 5 വീഡിയോ, ഒരു വീഡിയോയിൽ 5 വീഡിയോയുടെ ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അത് പുതിയത് ലേറ്റസ്റ്റായി വരുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതിലുണ്ടാവും ഈ കാറ് വാങ്ങിച്ച വീഡിയോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഈ വീഡിയോക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചാനലിൽ കയറിയാൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കാർ ഓടിച്ച് നോക്കുക. എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കമൻറ്റ് വന്നൊരു കാര്യം കൂടിയാണ് നമ്മുടെ ട്രാഫിക് മോഡ് ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ട്രാഫിക് മോഡ് ആഡ് ചെയ്യുന്നതും അതുപോലെ മോഡ് ആഡ് ചെയ്യുന്നതും എല്ലാ സംഭവവും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിനകത്തുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും അതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുതിയൊരു വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നോക്കുക. എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ, അടുത്ത ഒരു കണ്ടൻറ്റ് കമൻറ്റ് ചെയ്യുക. കണ്ടൻറ്റ് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പരമാവധി ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും പരമാവധി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ആരും കാണരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്നവരും അത്ര എഫേർട്ട് എടുത്തിട്ടാണ്. കാരണം എൻ്റെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ഒരു 10 തവണയെങ്കിലും ഓഫായി പോകും. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് കുറച്ച് ലാഗോടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ലൈക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതും വലിയൊരു സംഭവമായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഇതിനു മുന്നേ നമ്മുടെ എർട്ടിക പണിയെടുക്കാൻ കൊടുത്തില്ലേ, ഒരു പെയിൻ്റൊക്കെ അടിക്കാനായിട്ട്. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല വർക്ക്ഷോപ്പാണ്, കാറിനൊക്കെ പറ്റിയാണ്. അവിടെ കാറിൻ്റെ പെയിൻറ്റിങ് മാത്രമല്ല, നമ്മുടെ മെക്കാനിക്കൽ പരമായ കാര്യങ്ങളും ആ ഒരു ഇതിൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും, കാറിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആക്സസറീസ് ഒന്നും കിട്ടില്ല, അത് നമ്മൾ വേറെ വാങ്ങിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഇനി കാറിൽ നമ്മൾ പെയിൻറ്റ് മാത്രമല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ മോഡിഫിക്കേഷൻ വേണം എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറേ നേരത്തേക്ക് ശേഷം നമ്മുടെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യം ഇവിടുന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കളറ് മാറും. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ വർക്കൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴാണ് എത്ര റേറ്റ് ആകുന്നുള്ളതൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. 2 days later. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വണ്ടി കണ്ടില്ലേ, നമ്മളിത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പെയിൻറ്റ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പെയിൻറ്റ്. ഇതാണ് ആ ഒരു ചെക്കൻ പറഞ്ഞ ഒരു പെയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു പെയിൻറ്റ് ഉണ്ടല്ലോ, കുറേ പെയിൻറ്റുകളുടെ മിക്സും കൂടിയാണ്. ഈ ഒരു കളറിലുള്ള ഒരു പെയിൻറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ കുറേ പെയിൻറ്റുകൾ വാങ്ങിച്ച് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ആ ഒരു വണ്ടിക്ക് അത് ലുക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് തോന്നി, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു കളർ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമായെങ്കിൽ പറയാം. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ എൻജിൻ വർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്തു. എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വലിയൊക്കെ കൂടി നമ്മൾ നേരത്തെ ഓടിച്ച് നോക്കിയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇവിടുന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ബില്ല് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50,000 രൂപയാണ്. അതായത് നമ്മുടെ പെയിൻറ്റിങ് നമ്മുടെ എൻജിൻ്റെ ഒരു വർക്കൊക്കെ ആയിട്ട് 50,000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. അത് മാത്രമല്ല നമ്മുടെ പെയിൻറ്റ് കുറേ മിക്സൊക്കെ അടിച്ചുകൊണ്ട് കൂടിയാണ് നമുക്ക് ഇത്രയും പൈസ വന്നത്. എന്നാലും അത് കുറവാണ്, ഒരു ആവറേജ് പൈസയെ വന്നിട്ടുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അടുത്തൊരു കണ്ടൻറ്റ് ഏത് വേണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം കണ്ടൻറ്റിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യുക. ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് പറയാൻ നമുക്ക് പരമാവധി അങ്ങനെ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.